തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ജനഹൃദയങ്ങൾ കീഴടക്കിയെന്നതാണ് CPM പാർട്ടിയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയിൽ തിളങ്ങിയ ആര്യ രാജേന്ദ്രൻ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന വാർത്ത പ്രചരിച്ചിരുന്നുവെങ്കിലും മത്സരിക്കില്ല എന്നാണ് പുതിയ തീരുമാനം. അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിറയുക മാത്രമാണ് ചെയ്യുക എന്നാണ് വിവരം. മാത്രമല്ല, മികച്ച പ്രവർത്തനം ആര്യ നടത്തിയെന്നതാണ് CPMന്റെ വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാവായി മാറിയെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആര്യ രാജേന്ദ്രനെ CPM നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചേക്കും. 2 മണ്ഡലങ്ങളിൽ സാധ്യത കൽപ്പിക്കുന്നുമുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുകയുമാണ്. ആഴ്ചകൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യം CPM ധാരണയിലെത്തുന്നത്. 22 വയസ്സ് തികയുന്നതിന് മുൻപാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ പദവിയിലെത്തിയത്. പ്രതിപക്ഷമായ BJP ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. പക്വതയില്ലാത്ത മേയർ എന്നായിരുന്നു രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനം. എന്നാൽ മറ്റേതൊരു മുതിർന്ന അംഗത്തെക്കാൾ മികച്ച പക്വതയിൽ ആര്യ പ്രവർത്തിച്ചു എന്നതാണ് CPM ജില്ലാ സെക്രട്ടറി V. ജോയ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി വലിയ പരിപാടികൾക്കാണ് തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിച്ചത്. മാത്രമല്ല, ഒട്ടേറെ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. യുവാക്കൾക്കും വയോജനങ്ങൾക്കും ആനന്ദം നൽകുന്ന പരിപാടികളും നടത്തി. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായി എന്ന് CPM തന്നെ വിലയിരുത്തുന്നു. ആര്യയ്ക്ക് യുവജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത ഉപയോഗപ്പെടുത്താൻ CPM ശ്രമിക്കും. ദേശീയ, അന്തർദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ മേയർക്ക് ലഭിച്ചതും അവരുടെ പ്രവർത്തന മികവല്ലേ കാണിക്കുന്നത് എന്ന് ജോയ് ചോദിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര്യ മത്സരിച്ചേക്കില്ല. മേയർ പദവി ഇനി ജനറൽ സീറ്റായി മാറും. അതുകൊണ്ട് തന്നെ മറ്റു ചില നേതാക്കളെ ഈ പദവിയിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് CPM മത്സരിപ്പിക്കും. ശിശുക്ഷേമ സമിതി പ്രസിഡന്റായിരുന്ന SP ദീപക്, മുൻ മേയർ K. ശ്രീകുമാർ, ചാലസുന്ദർ, ജെയിൻ കുമാർ എന്നിവരെല്ലാം മേയർ സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ളവരാണ്. BJPക്ക് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ ഇത്തവണ തീപാടും പോരാട്ടം കാഴ്ചവെക്കാനാണ് CPMന്റെ തീരുമാനം. പ്രചരണത്തിന് മുന്നിൽ ആര്യ രാജേന്ദ്രനും ഉണ്ടാകും. അടുത്ത വർഷം ആദ്യ പാദത്തിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ്. ഈ വേളയിൽ ആര്യ രാജേന്ദ്രൻ മത്സരിക്കുമെന്നാണ് വിവരം. നിയമം ഉൾപ്പെടെയുള്ള 2 മണ്ഡലങ്ങളിൽ ആര്യയുടെ പേര് പരിഗണിക്കുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ചർച്ചകൾക്ക് തുടക്കമിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്ന് CPM വൃത്തങ്ങൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്.